ഗൈസ് നമ്മളങ്ങനെ കുറേ കാലത്തിന് ശേഷം ഒരു ട്രിപ്പ് പോകാൻ പോയത്. അപ്പൊ നമുക്ക് ഒരാളെ കൂടി കൂട്ടാനുണ്ട്. ആരാണെന്ന് കാണിച്ചു തരാം. ഹലോ ഗൈസ്, നമ്മളെ ട്രിപ്പിൽ ഒരാളും കൂടി വരുന്നില്ലേ? അയാളെ കാത്തിരിക്കുകയാണ് നമ്മൾ. കണ്ണൂർ ആരാണ്? വെൽക്കം ബാക്ക്. ഓ താങ്ക്സ്. എടാ ദുബായിക്കാ പോന്നേ? കൊറേ സാധനങ്ങളുണ്ട്. ഈ പോയില്ല? ഞാൻ പോന്നോ? അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. നാട്ടിൽ പോയാലോ? നാട്ടിൽ പോയിക്കോ. എടാ അത് കൊടുക്കുന്നാല്. നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങളത് കാണുന്നുണ്ടോ? അതെ, മലപ്പുറത്തില്ല എല്ലാരും ഇതാ നമ്മൾ കണ്ണൂർ എത്തിയിട്ടുണ്ട്. അല്ലടാ ചോട്ടിക്ക് കണ്ണൂർ കോക്ടെയിൽ സെറ്റ് അല്ലേ? കണ്ണൂരത്തെ ഫസ്റ്റ് കോക്ടെയിലോ? കണ്ണൂർ ടോട്ടോ അസീബ് എന്താ പറയാനില്ലേക്ക്? ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല അല്ലേ? അസീബിനെ ജ്യൂസ് വരെ കുടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയല്ല, പെരിന്തൽമണ്ണയിൽ തന്നെ ഒരു വിലയില്ലെങ്കിൽ കണ്ണൂർക്കാർക്ക് ഇതിന് ചാത്ത നമ്മളെ തിരൂരുണ്ട് അല്ലേ? ഇതെങ്ങനെയുണ്ട്? ഈ ടേസ്റ്റ് എവിടെയും കിട്ടൂല. പെരിന്തൽമണ്ണയിലും കിട്ടും, പക്ഷെ ഈ ടേസ്റ്റ് എവിടെയും കിട്ടൂല. പക്ഷെ അവിടുത്തെ പേരെന്തേലും ഈ സാധനത്തിന്റെ ഈ പേരിനല്ലേ? പെരിന്തൽമണ്ണ കോക്ടെയിൽ അല്ല. ഇന്നലെ ഒരുത്തം പറയാൻ അഖിലേഷ് വരുന്നുണ്ടോ? അഖിലേഷ് ഒരാള്. പക്ഷെ അഖിലേഷിന് ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ, കണ്ണൂർ വന്ന സ്ഥിതിക്ക്. എനിക്കോ? ആ കണ്ണൂർ തറ തുറക്ക്. അടിപൊളി. കാണിക്ക്. താങ്ക് യു മാം. സ്ട്രോബെറി ഒക്കെ അതേപോലെ മതി. ഞാൻ തന്നെ മറ്റേ സ്ലോ മോഷൻ അതെ ആൾക്കാരുടെ ജീവിതത്തിൽ സർപ്രൈസ് ആരിലൊക്കെ വേണം. മരിച്ചാലും എനിക്ക് തോന്നി നീ ചിത്രം കയ്യിന്റെ ഇത് എത്ര ദിവസം എടുത്ത് വരക്കാൻ? ഒറ്റ ദിവസം ഇനി ഇവന് ആരാധന കൂടി പറയണ്ടേ? ചോട്ടു പരിചയപ്പെടുത്തണം. ഇത് എന്റെ സ്വന്തം കസിനാണ്. പിന്നെ വീഡിയോ കഴിവുണ്ട്. എന്റെ കുടുംബത്തില് എന്നെക്കാളും കഴിവില് ഇത് കഴിവേറി ഓവർ ടാലന്റ്. ഇതെന്റെ സ്വന്തം മാമന്റെ മോനാണ്, അമ്മേന്റെ ഏട്ടന്റെ മോൻ. കുടുംബത്തില് കുറച്ചൊരു കോണ്ടാക്ട് ഉള്ളത്.
ഇഷ്ടപ്പെട്ട ഇവൻ ഇതിനു മുന്നേ നമ്മളെ രണ്ടാളി ഒരു ഫോട്ടോ വരച്ചത് നമുക്ക് ഈ സൈഡിലായിട്ട് കാണിക്കാം. മുന്നേ നമ്മള് വ്ളോഗിലെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ മറ്റേ പോകുന്ന പോലെ ബസ്സിന്റെ പേര് പോകുന്ന പോലെ ഈ താഴെ ഉണ്ടാവും. അതിന്റെ ഐഡിയ ഉണ്ട് ബാക്കിൽ കാണിച്ചാൽ തിരിച്ച് ഇതാ. പിന്നെ ആർക്കെങ്കിലും വരക്കണമെങ്കിൽ ഇതിൽ ഈ നമ്പറിൽ വിളിച്ചാൽ കേട്ടോ. പിന്നെ അത് മാത്രല്ല ഇവൻ ടാറ്റു ആർട്ടിസ്റ്റ് വന്നു ടാറ്റുവും ചെയ്യും. പിന്നെ എനിക്ക് പേടിയായതുകൊണ്ട് മാത്രം ഞാൻ ചെയ്യാത്തത്. ഞാൻ ഉണ്ണി പൊട്ടിക്കാം. സോറി ഉണ്ണിയെ കണ്ടോ? ദിവ്യാണിനെ പോലെ ഉണ്ട്. ഷാമോന ഇത് കുടിച്ചിട്ട് നിന്റെ റിയാക്ഷൻ. ഇത് മതി. സോറി എരിവില്ല ഒരു സിപ്പ് അടിച്ചാൽ മതി. കൊള്ളാലോ ടേസ്റ്റ്. സെറ്റാ. ഇടക്കൊരു എരിവുണ്ട്. എടാ ഇത് പേരെന്തോ? സ്ലഷി ഓറഞ്ച്. നക്ക് ഞാൻ നക്കണോ? അത് മുളകുപൊടിയാണ്. മുബിത്താന്റെ വീടാക്കില്ലേ ഇതിന്റെ സൈഡ് നക്കാൻ പറഞ്ഞ കൊല്ലി. അത് ഈമ്പലം. ഹലോ ഗൈസേ പോണ്ടേ മക്ക് അങ്ങനെ കിടന്നാ മതിയാ. നമ്മളെന്തിനാ വന്നേ മറന്നു. വെട്ടിയും കൊടുക്കലായിട്ട് നാടും വിട്ടു പോകുന്നു കൊറേ എണ്ണം. കണ്ട അതല്ലാട്ടോ. അല്ല ഇതാ നമ്മളിവിടെ കൊറേ ആയില്ല നമ്മൾ വ്ളോഗ് ചെയ്യാത്ത. അതിന് ശേഷം നമ്മൾ കുറച്ച് ഫ്രെയിംസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫ്രെയിം പുതിയതായിട്ട് കയറ്റിയിട്ടുണ്ട്. ഈ ഒരു ഫ്രെയിമും കയറ്റിയിട്ടുണ്ട്. ഈ ഒരു ഫ്രെയിമാണ് ഇവിടെ കിടക്കുന്നത്. കേക്കാവാടാ. അങ്ങനെ നമ്മൾ കുറേ കാലത്തിന് ശേഷം ഒരു ട്രിപ്പ് പോവാണ്. എൻ്റെ ലൈഫിൽ എൻ്റെ ആദ്യത്തെ ലോങ് ട്രിപ്പാണ്. പിന്നെ പറയാം. എവിടെയാണെന്ന് ബാക്കി വ്ളോഗാണോ മനസ്സിലാവുമല്ലോ. പിന്നെ അതിന് വേണ്ടിയിട്ടാണ് എല്ലാം പൊട്ടിയും കണിക്കെല്ലാം എടുത്ത് വന്നിട്ടുണ്ട്. എല്ലായിടത്തിനും നമ്മൾ സെൻട്രലിൽ നേരത്തെ കടത്തിയിട്ടുണ്ട്. അപ്പുറത്ത് റൂമുണ്ട് പക്ഷെ അവിടെ ചൂടായിട്ട് കിടക്കുന്നില്ല പറഞ്ഞിട്ട് സെൻട്രലിൽ തന്നെ കടന്നിട്ടുണ്ട്. അപ്പൊ സമയം രാത്രി 2:30. രാത്രി നല്ല കിട്ടില്ല കട്ടൻ ചായ. ചായ ഒക്കെ വന്ന ഗസ്റ്റിന് രാത്രി 2:30 മണിക്ക് ചായ വേണം, കട്ടൻ ചായ. അപ്പോൾ നമ്മൾ സ്പെഷ്യൽ നമ്മുടെ വീട്ടിലെ കട്ടൻ ചായ സ്പെഷ്യലിസ്റ്റ് ആണ് ഷബീർ DBZ. ഏതാ പൊടി? ആദ്യമായി നമ്മൾ ഉപയോഗിക്കുന്നത് താജ്മഹലിന്റെ മറ്റേ ഡസ്റ്റ്. ഈ പൊടിയാണ് കേട്ടോ. ഈ പൊടിയാണെന്നല്ല, ചായപ്പൊടി വെച്ചിട്ട് എടുക്കുന്നു. ഏലക്കായ് പൊടി വേണമെങ്കിൽ ആവശ്യത്തിന്, പക്ഷെ എടുക്കുന്നില്ല കേട്ടോ. ഏലക്കായ കൊടുത്തു കഴിഞ്ഞാൽ വേണമെന്ന് പറയും. വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, കൊടുക്കാൻ നമ്മളൊരു സാധനമില്ല. കയ്യാനായില്ലേ? ഇനി ഏലക്കായ് വാങ്ങാൻ വേണ്ടിട്ട് നമ്മള് മൂന്നാറേക്ക് പോകുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ കട്ടൻ ചായ തിളക്കുന്നുണ്ട്. ഈ ഒരു വ്ളോഗിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വ്ളോഗിന് തലയും പാലും ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ എടുക്കുന്ന കുറെ റാൻഡം ഷോർട്സ് ആയിരിക്കും. നമ്മളിടയിൽ ഉണ്ടാകുന്ന കുറെ കോമഡി കാര്യങ്ങൾ. കോമഡി എന്നല്ല, എന്തൊക്കെ ആക്കുന്നത് കോമഡി ആയിരിക്കും അല്ലേ. പിന്നെ നിങ്ങൾ വിചാരിക്കും ഇതെന്താ കോലം ഇൻസ്റ്റയിലും ഇങ്ങനെയൊന്നും അല്ലല്ലോ. പക്ഷെ അങ്ങനെയല്ല, നമ്മളിങ്ങനെ വീട്ടിൽ നിന്ന് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരുങ്ങി നടക്കാൻ പറ്റില്ലല്ലോ അല്ലേ. ഇല്ല. അപ്പൊ സമയം 2:30 മണി. കട്ടൻ ചായ, ചോട്ടു, ടീംസ്. ഞാൻ നേരത്തെ വീട്ടിൽ നിന്ന് അതാക്കി നോക്കുന്നുണ്ടേ. ബ്രേക്ക്ഫാസ്റ്റ് കൊള്ളാലോ. നീ എന്താ പറഞ്ഞ? അല്ല വേറെന്താ പറഞ്ഞ? ഇതിന്റെ അപ്പുറത്ത് എന്താ? ചിക്കൻ പൊരിച്ചത്, പൊറോട്ട മുട്ടാപ്പാ.
സൈഡ് കട്ട് ഹേ ആ ശരിക്കും ഹിന്ദി തന്നെ പറയണോ? ഹിന്ദി ഒരാൾ പറയാനില്ല. മുടി പൊടിക്കുന്നതിന് എന്താ പറയാ? സൈഡ് കട്ട് ചെയ്യുന്നതിന് ബൈ. ആ മുടി പൊടിക്കുന്ന പറയാ കട്ടിങ് ഹിന്ദി. നിന്റെ പാല് കട്ട് ചെയ്യട്ടാ ലാസ്റ്റ്. ബാല് കട്ട് ചെയ്യാൻ ഒരാൾ ആടുന്ന് മുടി വെട്ടുന്ന്, ഒരാൾ ഈടുന്ന് നിന്നിട്ട് മുടി വെട്ടുന്നു. ജോറാ ഞാൻ എൻ്റെ മുടി ഷോർട്ടാക്കുകയാണ്. ട്രിപ്പിന്റെ ഭാഗമായിട്ടാ? ഇത് എത്ര? അപ്പൊ ഗൈസ് നമ്മുടെ സഞ്ചാരിന്റെ കുപ്പായിലിട്ട്, സഞ്ചാരി കുപ്പായ വെച്ചാ സഞ്ചാരിന്റെ കുപ്പായിട്ട് സഞ്ചാരത്തിന് പോവാണ്. ചേച്ചി ടാറ്റ. എന്തായാലും കുറച്ച് ദിവസം കുളിക്കാണ്ടെല്ലാം നിക്കുന്നില്ല, ഒരു പോക്കറ്റ് സ്പ്രേ എടുത്ത് വെക്കാൻ വിചാരിച്ചു. എത്ര ദിവസത്തേക്കാണ്? 10 ദിവസം. പുതിയ സാധനം ബസ്സിൽ ക്യാമ്പ് വെച്ചാൽ എന്താണെന്ന് അറിയോ? എന്താ ക്യാമ്പസ്. ഈ ട്രിപ്പ് ഇവിടെ വെച്ച് അവസാനിച്ചിരിക്കുന്നു. കൺഫേം ആവാത്തത് ഇവന്. നീ കേട്ടാ ബസ്സിൽ ക്യാൻ വെച്ചെന്താ? ചൂടല്ലേ? നമ്മളെങ്ങോട്ടാ പോന്ന്? അപ്പൊ ഗൈസ് നമ്മുടെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. ബസ് കയറി, ഓട്ടോ കയറി, ട്രെയിൻ. കോഴി ഒരു മുത്തശ്ശി കഥ. വടി വടി നടക്കുന്നത് അത് ഫസ്റ്റ്. നീ പെണ്ണ് ശകുന്തള. രണ്ടാമത്തെ ശകുന്തള. ഒന്നാമത് നീ ആണ്. ഞാനാര് ശകുന്തള? ഞാനാര് നടന. ഞാനാര് നീ പേര് ഷാമോൻ ശകുന്തളയാണ്. ഷാ ശശികുമാർ ശകുന്തള. ശശി നീ ആക്കുന്നല്ലോ ശരിക്കും. കാക്ക, പക്ഷി, പറക്ക, കണ്ണ് കാണാത്ത എറുമ്പോ പറക്കണേ, കിളി, കുരുവി, കിളി, അതിന്റെ വേറെ കുയിൽ, ചെറുത് ഹമ്മിങ് ബേർഡ്, ചെറിയ കുരുവി, ചോട്ട് പറ. തുമ്പി. തുമ്പി, രണ്ടാമത്തെ തുമ്പി. തുമ്പിന്റെ വേറെയാണോ? തൂവാന തുമ്പികൾ. ഹായ് ഗായ്സ്, ഞാൻ ജൗഹർ ഇപ്പം ഡൽഹിയിലാണ് ഉള്ളത്. നമ്മളെ കൂടെ തേരാപ്പാര നടക്കുക. നമ്മളിവിടെ 2 പേരും കൂടി ഉണ്ട്. ഒന്ന് ചോട്ടു, ഒന്ന് ഷാമോൻ, ഡാൻസ് മാസ്റ്റർ വിക്രം. ഇപ്പം ആ ചട്ടിയിലോട്ട് ബജിയാൻ വേണ്ടി. ഹായ് മുട്ട. ഇവിടെ മാഗി ഉണ്ടോ? എടാ पिन बताना भैया. 1971 1971. Okay. Okay. चलेगा. Yes, bye. हुआ नाले? Yes, we are going. Okay. Bye. ഒന്നുകൂടെ ബൈ. മുംബൈയിൽ നമ്മളങ്ങനെ കുറേ കഷ്ടപ്പെട്ടിട്ട് മണാലി എത്തുകയാണ്. സ്നോവെല്ലാം ഒക്കെ ഇങ്ങോട്ട് കടിച്ചത് കണ്ടോ? എന്നിട്ട് മുകളിൽ കാണാൻ തുടങ്ങി.
കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊന്നിച്ച് വേറൊരു ഉമ്മാമ്മയും കൂടി ഉണ്ടായിരുന്നു കാണിച്ചത്. ഉമ്മാമേലായിട്ട് ട്രിപ്പ് വന്നു. ഞങ്ങള് സോലാങ് വാലിയിലേക്ക് പോവാണ്. അവിടെ എന്താ ഉള്ളത്? അങ്ങനെ തണുപ്പടിച്ച് നമ്മളെ ഏറ്റവും കൂടുതൽ തണുക്കുന്ന ജോഹർ. അതെ അതങ്ങനെ വരൂ. രണ്ട് ഷെഡി ഇട്ടിക്കണേ, പാന്റ് 2 ഷെഡി, ഒരു ട്രൗസർ, 2 പാന്റ്, അത്രേ ഉള്ളൂ. 3 ടീഷർട്ട്, അത്രേ ഉള്ളൂ. പോടാ, ക്യാമറ മനസ്സിലാവുണ്ടാവും ആൾക്കാർ. ഞാൻ തടിച്ച് മഞ്ഞിലേക്ക് പോവാം. നാട്ടിൽ നിന്ന് വരുമ്പോ മഞ്ഞിലേക്ക് പോകാൻ ഞാൻ മഞ്ഞ് ജാക്കറ്റും മഞ്ഞ് ബാഗും. അതെ, നമ്മൾ ഇന്നലെ ഡൽഹിയിൽ നിന്ന് നല്ല ക്യാമറ ബാഗിലെ ഒരാള് ഡൽഹി കയറിയതും തൊട്ടേ പറയുന്നുണ്ട് തണുക്കുന്നത് ഇവിടെ എത്തിയിട്ട് ഇങ്ങനെ വിറയ്ക്കുന്നു. മണാലി എത്തിയിട്ട് ഫസ്റ്റ് ചോദിച്ചെന്താ ഇവിടെ അടുത്ത എയർപോർട്ട് ഉണ്ടോ? കുളിച്ചത് എങ്ങനെയാണെന്ന് അറിയോ? അതൊന്നല്ല കോമഡി. നമ്മൾ ഈ സ്ഥലത്തേക്ക് വരെ കുന്നിറങ്ങി വരികയാണ്. ഇതാണ് ഹോട്ടല്. ഇത് കുന്നിറങ്ങി വരുമ്പോ രാവിലെ ഇത് മാറ്റി ബാഗ് മാറ്റി അതിരാവിലെ കുന്നിറങ്ങി വരുമ്പോഴത്തേക്കുണ്ട് ഒരു കുഞ്ഞു നായി, ഒരു ചെറിയ എത്രയേ ഉള്ളൂ, ഒരു കറുത്ത ചെറിയ നായി, വലുതൊന്നല്ല. അതിങ്ങനെ ബാക്കിൽ വന്നിട്ട് കളിക്കുക, ഇങ്ങനെ തുള്ളിത്തുള്ളിട്ട് വാലൊക്കെ ആയിട്ട് നമ്മളെ അടുത്തേക്ക് വരും, കാലിൻ്റെ അടുത്തേക്ക് വരുമല്ലോ. ഈ ചങ്ങായി നായിനെ കണ്ടപാട് എങ്ങനെയാണോ വന്നേ? മറ്റേ ഇതില്ലേ കാഞ്ചനയിലോ ഒക്കെ തീർല ഓടിയിട്ട് ഞാൻ വിചാരിച്ചു ഷെബീറിന് കുറച്ച് ആരോഗ്യം ഉണ്ടാവും. ഞാൻ കേറിയ ഒരാൾ ഒരു സിഗ്നൽ പോലും തരാണ്ട് കേറിയിട്ട് ഇങ്ങനെ എന്നിട്ട് ഞാൻ ഇവനെ കൂടെ നിലത്ത് കിടക്കുന്നു. നിങ്ങൾ കണ്ടിരിക്കില്ലേ? അവിടുന്ന് ഏതോ ഒരു ഹിന്ദിക്കാരെ കണ്ടിട്ട് നോക്കുന്നുണ്ട് ഇവരെന്താ ഇവിടെ കിടക്കുന്നത്. അപ്പൊ ശരി, അങ്ങനെ ഗൈസ് നമ്മൾ മണാലിയിൽ വന്നിട്ട് ഹിന്ദി അറിയാത്ത നമ്മൾ മണാലിയിൽ മലയാളിനെ കണ്ടെത്തിയിട്ടുണ്ട്. ഹലോ, ഇതാണ് മണാലി. ഇതാണ് മലയാളം പറഞ്ഞ മണാലിക്കാരൻ. പറയൂ, ഒന്ന് അവര് വിചാരിച്ചോട്ടെ നമുക്ക് ഹിന്ദി അറിയാന്ന്. എങ്ങനെ മലയാളി ശരിക്കും വരുന്നോ? മണാലി മലയാളി. അപ്പൊ നമ്മ പിന്നെ ഒന്നും കൂടെ മഞ്ഞ് കണ്ടിട്ട് വരാല്ലേ? ഒക്കെ ആപ്പിൾ മരങ്ങളാണ്. ഉണങ്ങിപ്പോയി. മലയാളത്തിലും ആപ്പിൾ എന്ന് പറയും, ഇംഗ്ലീഷിലോ A4 ആപ്പിൾ ഇംഗ്ലീഷില്, മലയാളത്തിൽ വേറെ ആപ്പിൾ. നല്ല ഉണ്ട് കേട്ടോ. എല്ലാം ഉണങ്ങിപ്പോയി. നമ്മൾ വന്നോണ്ട് അറിയില്ല, എല്ലാം ഉണങ്ങിപ്പോയിട്ടല്ലേ. ഒരാള് വിശ്വസിക്കൂല നീ കൊടും തണുപ്പത്ത് കുളിച്ചത്. അല്ല, ഇവള് പറയുന്ന അവിടെ കയറിയിട്ട് മറ്റേ കുളിയില്ല. എങ്ങനെയാടാ നമ്മള് അച്ചേക്കാൻ വേണ്ടിട്ടേ ഇപ്പുറത്തോട്ടേക്കല്ലേ വെള്ളം. ചോട്ടിന്റെ ലൈഫിൽ ആദ്യത്തെ സ്നോഫോള് കാണുന്നു അല്ലേ? ആദ്യമായിട്ടില്ല മഞ്ഞ കാണുന്നേ. മഞ്ഞുമൽ ബോയ്സ്. ഫയർലും കാണുന്നുണ്ട്. ഓക്കെ ബൈ ബൈ. എന്തൊരു സ്ഥല വീടൊക്കെ അവിടെ പോയാ സുഭാഷ് പോയി അറിയാം, അടിയും പോകും. അതെ അതെ. ഇതെന്തായി അറിയോ?
ഐസർദി നോമ്പല്ലേ വരാൻ വന്നു കൊണ്ടുപോകാൻ കളിക്കാം. ഗൈസ് നമ്മുടെ ജൗഹറിന്റെ ജീവിതത്തിൽ ആദ്യത്തെ സ്നോഫോൾ ആണ്. എന്ത് തോന്നുന്നു? തലയിലെല്ലാം സ്നോ ആയിട്ടാ സീന് ഒരു രക്ഷയില്ല. അടിപൊളിയല്ലേ? പിന്നല്ല കൊറേ ഫോട്ടോ എടുത്തല്ലേ നമുക്ക്? പിന്നല്ല മഞ്ഞുമക്കേറി ചോട്ടു. ഞാൻ പോയിട്ട് വരാം. ബായ് നട്ടൊരു വീട്. നമ്മളെ അവസ്ഥ ആലോചിച്ച് നോക്കി. ഇവിടെ ചവിട്ടിയാൽ താണു. മറ്റേ കുറച്ച് കട്ടിയായിട്ട് ചവിട്ടാന്ന് വെച്ചാല് ഉരുണ്ടു. എനിക്കും നമ്മള് നേരത്തെ മഞ്ഞു വാരിയിട്ടില്ലേ, അവിടെ പട്ടി മൂത്രയിച്ചും തോന്നുന്നു. ഒരുമാതിരി മണോ. എന്താ ഇപ്പൊ ഉണ്ടായേ? ഒരാള് മണാലിയിൽ വന്നിട്ട് മലയാളി പൊളിയാടാൻ കാണിക്കാൻ വേണ്ടിട്ട് കുപ്പായം പോലെ ഇല്ലാണ്ട് മഞ്ഞുമല ഇരിക്കുന്നത് ഒരാള് മാത്രല്ല, അപ്പുറം വേറെ ശരിക്കും മലയാളികളെ അങ്ങനെ. എന്ത് ബിഫോർ ആഫ്റ്റർ ഉണ്ട്. ഈ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള മൂക്കെന്നാലും ചോര വരും ചങ്ങായി. ശരിക്കും നാളങ്ങളില്ലേ ആ മലയാളിനെ തന്നെയാണ് ഞാൻ തുണി എടുത്തിറങ്ങും. ഉറപ്പല്ലേ? തുണി എടുത്തിറങ്ങുന്നു. എറി എറി. നമ്മളോട് നാട്ടിൽ നിന്ന് എല്ലാരും പറഞ്ഞ ക്ലൈമറ്റ് കഴിയാനായി, ആളെ മഞ്ഞില്ല തണുപ്പില്ല പോയിട്ട് കാര്യമില്ല ആൾക്കാർ പറഞ്ഞിട്ടുണ്ടേ. ഇവിടെ വന്നേരത്തേക്ക് ഒടുക്കത്തെ മഞ്ഞും ഒടുക്കത്തെ സ്നോഫോൾ. അല്ലടാ ജൗഹറിന് നല്ല ടെൻഷൻ ഉണ്ടായിട്ടേ മഞ്ഞുണ്ടാവില്ല വെച്ചിട്ട്. മഞ്ഞ് നാട്ടിൽ കൊറേ ആളിങ്ങനെ പറഞ്ഞിട്ടുണ്ടേ നമ്മള് ഓൾറെഡി ലേറ്റ് ആയി, അപ്പൊ ആടെത്തുമ്പോഴത്തേക്ക് മഞ്ഞുണ്ടാവില്ല. പക്ഷെ ഇതാ ഒരു ഹെവൻലി ഫീൽ. ഗൈസ് അപ്പൊ നമ്മള് ജൗഹറിന് വേണ്ടിട്ട് ഒരു സ്പെഷ്യൽ എന്താണ് അതിന് പറയല്, ബർഫിയാ, കാജു ബർഫി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മള് ജൗഹറിന് വേണ്ടി റെഡിയാക്കിയ സാധനം. എവിടെ എവിടെ ഇതാണ് സ്പെഷ്യൽ സാധനം. ഇത് കാജു ബർഫി മണാലിയിൽ മാത്രം കിട്ടുന്ന കാജു ബർഫിയാണ്. നമ്മുടെ ചായപ്പൊടി ആട്ടാ. ഇത് എന്തായാലും ചണ്ടിയാ നമ്മളെ കണ്ണൂരിൽ പറഞ്ഞ പിണ്ടി, ചായപ്പിണ്ടി. ചായപ്പിണ്ടി കൈക്ക് തരാം നക്കിട്ട്. വാവ് ജൗഹർ വന്നപ്പോ ജൗഹർ നമ്മൾ ചായപ്പിണ്ടി കൊടുക്കുന്നത് പൊടി സാധനം. എനിക്ക് ഇഷ്ടപ്പെട്ട്. കാശ്മീരി അത് ബർഫിയടാ. ടേസ്റ്റ് ആടാ, എല്ലാരും തിന്നടാ. എങ്ങനെയുണ്ട് കാജു ബർഫി? ഇതാണ് കാജു ചണ്ടി. ടേസ്റ്റ് ഉണ്ട് ജൗഹറ? ആ വായി പറഞ്ഞ ഇങ്ങ് വാ ഇതാ ഇവിടെ ഇവിടെ. ഇങ്ങനൊരു ബർഫി എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത്രയും ടേസ്റ്റ് ഇല്ല. വെടലല്ലേ ഇടാ. എന്നിട്ട് നീ വായിലിട്ടതാ രസം. ടേസ്റ്റ് ഇല്ലേ? ഏലക്കായ ഇട്ടണേല് ഷെപ്പിള്ളേ. ഉള്ളി വിട്ട് വന്നല്ലേ. ഉള്ളി സ്പീഡിലറിയണം. കൈ വെട്ടിയേക്കല്ലേ? സ്കില്ലെല്ലാം ഉണ്ടല്ലോ എനിക്ക്. ഫോട്ടോ എടുക്കൽ മാത്രല്ല. അപ്പോ കല്യാണം കഴിയാത്ത 23 വയസ്സുള്ള യുവാവ് നന്നായി ഉള്ളി മുറിക്കാൻ അറിയും, വധുവിനെ അന്വേഷിക്കുന്നു. അല്ലടാ ഉള്ളി മാത്രം. കുക്കിംഗ് അറിയേണ്ട ആവശ്യമില്ല. മൂലം വെളുത്തത്. എന്നിട്ട് മണാലി ടൗണിലേക്ക് കൂടെ നടന്നു കളിക്കുന്നത് സിപ്പിടാണ്ട്. 3 പാന്റാ? 3 പാന്റ് ഒരു ഷെഡി.
അപ്പോൾ ബാക്കി കുക്ക് ചെയ്തിട്ട് കാണിക്കട്ടോ. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ ഞാൻ ജ്യൂസ് അടിച്ചിട്ടുണ്ട്. ടൊമാറ്റോ ജ്യൂസ് നമ്മൾ ഇതിലേക്ക് പാരുകയാണ്. ഇന്ന് ഷാമോനാണ് ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമ്മൾ നേരത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ട്. നമ്മളെ അടുത്ത ബിസിനസ് മണാലിയിലാണ്. മണാലിയിൽ തലശ്ശേരി ബിരിയാണി, ഞാൻ ടൊമാറ്റോ സോസ് ആണ് ഉണ്ടാക്കുന്നത്. പിന്നെന്താടാ, പിന്നെ നല്ല ചായ, ഹോർലിക്സ്, ബൂസ്റ്റ്. ഇവിടെ ബൂസ്റ്റും ഹോർലിക്സും ഇല്ല. അല്ല, ഷാമോന് പുതിയ ബിസിനസ് കിട്ടി. ഇവിടെ ബൂസ്റ്റ് ഹോർലിക്സ് ആയിട്ട് കിട്ടാത്തോണ്ട് നാട്ടിൽ നിന്ന് പാക്കറ്റ് ആയിട്ട് കൊണ്ടുവരും, വീട് നിന്ന് വിൽക്കും. ഇതല്ല ഉദ്ദേശിച്ചത്. വെറുത്തുപോയി പോവാറുണ്ട്. ഒരാളുകൂടി വരേണ്ട. ഇതാണ് നമ്മളെ മാസ്റ്റർ ഷെഫ് കേട്ടോ. ജ്യൂസ് നന്നായി അരിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഇച്ചിരി ഉപ്പ്, ഇച്ചിരി മല്ലിയില, ഇച്ചിരി ആദ്യമായി ഒരു കോഴിയെ പിടിച്ച് കുനിച്ചു നിർത്തുക. കോഴി എന്തായി? കോഴിയാകുമ്പോ കുറച്ച് ചോരയൊക്കെ ഉണ്ടാവും, കുറച്ചധികം. ചോറിനെ കാണാനല്ലോ. ഇല്ല. എന്താ സംഭവം? ചോറിനോട് കോഴി കഴുകാൻ പറഞ്ഞു, കുളിക്കാൻ പോയതാ. ഗൈസ്, എൻ്റെ പണി ഉള്ളി മുറിക്കലാണ്. അപ്പോൾ കുറച്ച് സമയം കരഞ്ഞിട്ട് വരാം. സുഹൃത്തുക്കളെ, ഇനി എന്തും സംഭവിക്കാം കേട്ടോ. എന്റെ ഉള്ളി പോണ പോക്കണ്ട. സെറ്റാവും. ഗൈസ്, അങ്ങനെ നമ്മുടെ കപ്സ് റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റും ചെയ്തിട്ടുണ്ട്. എന്തുണ്ട്? ഞാൻ തന്നെ ആക്കിയോണ്ട് പറയുന്നതല്ല. ഒരു രക്ഷയില്ലാത്ത സാധനം തന്നെ. ഇനി മണാലിയിൽ വരുന്ന മലയാളികൾ ഉണ്ടെങ്കിൽ, നല്ല ഫുഡ് വേണമെങ്കിൽ മണാലി മലയാളിനെ കോണ്ടാക്ട് ചെയ്യുക. നല്ല ഫുഡ് മാത്രമല്ല, നല്ല ക്യാമ്പിങ് വേണമെങ്കിൽ. ക്യാമ്പിങ് അല്ലല്ലോ നിങ്ങൾ അതിന് പറയാ, എന്ത് സാധനമായാലും എല്ലാം ഉണ്ട്. എല്ലാ സാധനം ഉണ്ട് മോനെ. സെറ്റ് ആയിട്ടാ. എല്ലാ കൂട്ടത്തിലും കാണും ഒരു ചങ്ക്. എല്ലാ പരിപാടിക്കും വേണ്ടി അവസാനം വരുന്ന വിളമ്പണ മെയിനാവാൻ നിൽക്കുന്ന ഒരാള്. അതെ അതെ. ചോറെങ്ങനെ നോക്കിയാ പുളിയല്ലേ? പുക പോന്ന. മണാലിയിൽ വന്നിട്ട് ഇത്രയും ദിവസമായിട്ട് ഇത്രയും നല്ല ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ. ഇല്ല, അത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത്. ഒന്ന് ഇപ്പൊ എന്റെ കൂട്ടത്തെ കൂട്ടി, രണ്ടാമത്തെ ഇവനില്ലേരും നമ്മളെ ഇങ്ങോട്ടേക്ക് വിളിച്ചത്. ഞാൻ കൊടുത്തതല്ലോ, എടുത്തു കൊടുത്തത് മോനെ പിറ്റേ ഓള് വീഡിയോ കോളി ഓൾക്ക് സംശയമുണ്ട് അറബിയാണല്ലേ. എന്നിട്ട് ഇപ്പൊ ഷോളിടാൻ പറഞ്ഞു, പക്ഷെ ടോളിട്ടില്ല, മലയാളിയാണ്. പിന്നെ ഓള് ഒന്നും പറഞ്ഞപ്പോ ഉറക്കെ ചീത്ത പറഞ്ഞതിനോട് പറഞ്ഞു, വേറെ ഷോളിട്ടിക്കടാ പോയാണ്ട് ഷോൾ എടുത്തിട്ടാ പേടിച്ചിട്ട്. വേറെ കുട്ടി ടാറ്റു എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയണ്ടേ. സെറ്റാക്കിയ ഗൈസ്, അപ്പോൾ നമ്മുടെ മണാലി ട്രിപ്പ് ഏകദേശം തീരാനായിട്ടുണ്ട്. നമ്മൾ കുറേ മഞ്ഞും മലയെല്ലാം കണ്ടിട്ട് വന്ന്, അതുപോലെ തന്നെ ചോട്ടുതൽ കിടക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ട്രിപ്പ്? എങ്ങനെയുണ്ട്? അടിപൊളി.
ഫുള്ള് പുതപ്പിന്റെ ഉള്ളിൽ അമേസിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം മൊത്തം കറങ്ങി കുറേ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. നമ്മൾ ഈ ഒരു വീഡിയോ കഷ്ണമായിരിക്കും അല്ലേ, നമുക്ക് ഫുൾ ആയിട്ടുണ്ടാവും. പിന്നെ മഞ്ഞൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. പക്ഷെ കൊറേ റീൽസിലുണ്ടാവും കേട്ടോ. നമ്മൾ ഇൻസ്റ്റയിൽ കയറിക്കഴിഞ്ഞാൽ കുറെ റീൽസ് എല്ലാം കാണാൻ പറ്റും ഇവിടുന്ന്. ഫോട്ടോസ്. നീ എന്താടെ ഇങ്ങനെ കിടക്കുന്ന പനി പിടിച്ചാളെ പോലെ? നല്ല തണുപ്പുണ്ട്. ഇവള് ഫുൾ പൊതിച്ച് കിടക്കുന്നു. ഒരു പുതപ്പ് 2 പുതപ്പ് അട്ടിക്കട്ടിക്ക് വെച്ചിട്ട് കിടക്കും. പിന്നെ പോരാത്തതിന് ചെറിയൊരു ഹീറ്ററും. പിന്നെ ഇന്നലെ മഞ്ഞിൽ പോയതിന്റെ വക കുറെ ഷൂസിലെല്ലാം മറ്റേ മഞ്ഞെല്ലാം കയറിയിട്ട് സോക്സിലെല്ലാം വെള്ളം കയറിയിട്ട് ഉണക്കാനിട്ടുണ്ട്. സോക്സിൽ വെള്ളം കയറിയതല്ല, ഇന്നലെ അഖിൽശാന്ന് വെച്ചൊരു വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. അപ്പൊ അതില് പിന്നെ ഷൂ എല്ലാം അയച്ചിട്ട് വെറും കാലിങ്ങനെ ഐസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിന്നിട്ട് പിന്നെ ഷൂല് വെള്ളം അല്ല ഐസ് കയറി കാല് മരവിച്ച് അങ്ങനെ ഉണ്ടായത്. അതാണ് അവിടെ കയറ്റിട്ടുള്ളത്. അപ്പൊ നമ്മള് റൂം കാണിച്ചു തരാം കേട്ടോ. റൂമിൽ നല്ല വ്യൂ കാര്യങ്ങൾ കാണിച്ചു തരാം. ഇത് 2ാമത്തെ റൂമാണ്. മണാലിയിൽ വന്നിട്ടുള്ള 2ാമത്തെ റൂമാണ്. എൻ്റെ അമ്മ എവിടെ പോയാലും എന്നെ തണുപ്പ് തന്നെയാണ്. ഇത് ഇവിടുന്ന് വാങ്ങിയ ഷൂ കേട്ടാ. 500 ഉറുപ്പ്യക്ക് ഈ ഒരു ഷൂ കിട്ടി. കുഴപ്പമില്ല അല്ലേ, 500 ഉറുപ്പ്യക്ക് ലാഭല്ലേ. ഒരു ബൂട്ട് സ്നോ ബൂട്ട് മറ്റേ തന്നെയാണ്. അവിടെ റോഡ് സൈഡിൽ നിന്ന് വെക്കുന്നുണ്ട്. 500 ഉറുപ്പ്യ എടുത്ത് വാങ്ങി. ഇവിടുന്ന് ഡോർ തുറന്നു കഴിഞ്ഞാൽ ഒരു ബാൽക്കണി ഉണ്ട്. പട്ടി എടുക്കുന്നുണ്ടല്ലോ. ഇത് സിപ്പ് ലൈനാണ് കേട്ടോ. ഇതിൻ്റെ മുമ്പിൽ കാണുന്ന ചെറിയ സെറ്റപ്പ്. ഇവിടുന്ന് അത്ര വരെ പോകാൻ പറ്റും. നമ്മൾ നേരെ കാട്ടിൻ്റെ ഉള്ളിൽ കാണുന്നത് ഹഡിംബ ടെമ്പിൾ. ഹഡിംബ ടെമ്പിൾ നേരെ ഇപ്പുറത്താണ് നമ്മുടെ റൂം. കുഴപ്പമില്ലാത്തൊരു സെറ്റപ്പാണ്. ഈ ഒരു റൂമിലാണ് നമ്മൾ ബാക്കിയിലെല്ലാം കിടന്നുറങ്ങുന്നത്. ഈ റൂമിൽ നമ്മൾ ചോട്ടുണ്ട്. അപ്പോൾ ബൈ ബൈ. അവര് എല്ലാരും കിടന്നുറങ്ങാം, പുതച്ച് കിടക്കാം. അപ്പോൾ നമ്മള് ടൂർ പാക്കേജ് എടുത്തിട്ടാണോ വന്നതെന്ന് കുറെ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ നമ്മൾ ഇൻസ്റ്റയിലിട്ട സമയത്ത്. പക്ഷെ നമ്മൾ പാക്കേജ് കാര്യങ്ങളൊന്നല്ല, നമ്മളതായ ഒരു വൈബിന് അങ്ങ് കയറി വന്നല്ലേ. നമ്മളായിട്ട് അങ്ങ് വന്നതാണ്. പക്ഷെ ഇവിടെ എത്തിയ ഒരു ചങ്ങായി ഉണ്ടായിരുന്നു, സഫ്വാൻ എന്ന പേര്. മണാലി മലയാളി എന്നാണ് ഇൻസ്റ്റാഗ്രാം പേര്. അപ്പോൾ ആ ചങ്ങായി ഇങ്ങനെ പാക്കേജ് കാര്യങ്ങളിൽ ചെയ്തിട്ട് അടിപൊളിയായിട്ടുള്ള നല്ല സ്ഥലങ്ങൾ, എല്ലാവരും പോകുന്ന സ്ഥലങ്ങളൊന്നുമല്ല, പിന്നെ കുറേ വെറൈറ്റി സ്ഥലമില്ലേ, കുറേ വെറൈറ്റി സ്ഥലവും കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ മണാലിയിലേക്ക് ട്രിപ്പെല്ലാം വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഫാമിലി ആയിട്ടോ കോളേജിൽ നിന്നോ പിന്നെ എങ്ങനെ ആയിട്ടാണെങ്കിലും. ശരിക്കും മണാലി മലയാളി നമ്മുടെ ഷാമോന്റെ ഫ്രണ്ടാണ്. അപ്പൊ ഓൻ പറഞ്ഞ എന്റെ ഫ്രണ്ട് ഉണ്ട് ഇവിടെ, ഓന്റെ അടുത്ത് റൂമെല്ലാം ഉണ്ടാവും, നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഒരു ഐഡിയ ഇല്ലാണ്ട് ഇങ്ങനെ കയറി വന്നയാ. റൂം ഫുഡ് തരാറ് അങ്ങനെ വന്നയാ. ഇത് ഓന്റെ റൂമാണ്. അപ്പോൾ ആർക്കെങ്കിലും അതുപോലെ ഇങ്ങോട്ടേക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവന്റെ നമ്പർ താഴെ കൊടുക്കുക, ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോ. അപ്പോൾ നമ്മൾ അടുത്ത ട്രിപ്പും അടുത്ത വീഡിയോയിലായിട്ട് വരും. ഈ ഒരു വീഡിയോ കുറച്ച് വീഡിയോ നമ്മൾ തിരിച്ച് ഡൽഹിയിലേക്ക് പോകും. താജ്മഹൽ അങ്ങോട്ടേക്ക് പോകാൻ പ്ലാൻ ഉണ്ട്. ചോട്ടുവിന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് മണാലി ഐസുള്ള സ്ഥലം കാണുന്നത്, സ്നോഫോൾ കാണുന്നത്. വന്ന ദിവസം തന്നെ ഭാഗ്യത്തിന് ഇവർക്ക് സ്നോഫോളും കിട്ടി. ഇനിയിപ്പോ ഇവിടെ നാട്ടിൽ നിന്ന് ട്രെയിൻ കയറി ഒരാൾക്ക് സരോജിനി മാർക്കറ്റിൽ പോകണം. അവിടെ കുറെ സാധനം മേടിക്കണം. അതാണ് ഇവളെ ജീവിതത്തിൽ ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പൊ ഇനി നമ്മൾ കുറെ സ്ഥലങ്ങൾ കവർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ വന്ന സ്ഥിതിക്ക് ഇപ്പോഴും മറ്റേ താജ്മഹലും അതിൽ കാണുന്ന വിചാരിക്കുന്നുണ്ട്. ഒന്നാമത് നോമ്പല്ലേ വരാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മള് നാട്ടിലേക്ക് പോകണം. അതിന്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് സ്ഥലം കവർ ചെയ്തിട്ട് നാട്ടിൽ പോകും. അപ്പം അതിന്റെ വീഡിയോ നമ്മൾ മാക്സിമം ഫുൾ ആയിട്ട് തന്നെ എടുക്കാൻ നോക്കാം. ഈ വീഡിയോ ഇങ്ങനെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോട്ടെ. അപ്പം ബൈ.